നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചേർത്തലയിലെ കൊടും കില്ലർ സെബാസ്റ്റ്യൻ ഇരകളെ തലക്കടിച്ച് വീഴ്ത്തി കത്തികൊണ്ട് ശരീരം പലതായി മുറിച്ച് ഡീസൽ ഉപയോഗിച്ച് കത്തിക്കരിക്കുകയാണ് പതിവ്. അതിഭീകരവും അതിക്രൂരവുമായ രീതിയിൽ ഇയാളെ കൊലപ്പെടുത്തിയെന്ന തന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദാരുണമായ ഇരകളെ കൊന്നതിനു ശേഷം ശരീരം തുണ്ടം തുണ്ടമായി മുറിച്ച് ചാക്കിൽ കെട്ടി ഡീസൽ ഉപയോഗിച്ച് കത്തിച്ചതിലേക്കുള്ള സാധ്യതകളാണ് പുറത്തു വരുന്നത്. ചേർത്തലയിലെ കത്തിക്കരിഞ്ഞ അസ്ഥികളെല്ലാം കഷ്ണങ്ങളായിരുന്നു. കോടമ്പുറി കാക്കനാട്ടുകാലയിൽ ജൈനമ്മ, അതുപോലെ തന്നെ ചേർത്തല സ്വദേശിനിയായ ബിന്ദു, ഐഷ, സിന്ധു എന്നിവരെ മാത്രമല്ല മറ്റ് പല സ്ത്രീകളെയും സമാനമായ രീതിയിൽ സെബാസ്റ്റ്യൻ കൊന്നിട്ടുണ്ടെന്ന സാധ്യതകളാണ് ഇപ്പോൾ തെളിയുന്നത്. ഏറ്റുമാനൂരിൽ സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കാറിൽ നിന്ന് കത്തി, ചുറ്റിക, ഡീസൽ, കന്നാസ്, പേഴ്സ് എന്നിവ ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെ അർദ്ധരാത്രിയാണ് കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരം സെബാസ്റ്റ്യനെ കർക്കശമായി ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചതായാണ് സൂചനകൾ. ആയുധങ്ങളെക്കുറിച്ചും കൊലപാതകം ചെയ്ത രീതിയെക്കുറിച്ചും ചോദിച്ചപ്പോൾ ആയുധങ്ങൾ കാറിലുണ്ടെന്ന വിവരം പുറത്തു പറയുകയായിരുന്നു. പിടിച്ചെടുത്ത 20 ലിറ്റർ കന്നാസിൽ ഡീസൽ വാങ്ങിയിരുന്നതായാണ് സെബാസ്റ്റ്യൻ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്. കണ്ടെടുത്ത വസ്തുക്കൾ കൊലപാതകത്തിൽ ഉപയോഗിച്ചിരുന്നതാണോ എന്ന് സ്ഥിരീകരിക്കാനായി ശാസ്ത്രീയ പരിശോധനകൾക്ക് അയച്ചിരിക്കുകയാണ്. 2 കോടിയോളം രൂപ സെബാസ്റ്റ്യൻ കബളിപ്പിച്ച ശേഷം കൊല ചെയ്തുവെന്നും കരുതുന്ന ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട സഹോദരൻ പ്രവീണിന്റെ മൊഴി അന്വേഷണ സംഘം ഇന്നലെ രേഖപ്പെടുത്തി. ഇറ്റലിയിൽ ആയിരുന്ന പ്രവീണിനെ ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് മൊഴി എടുത്തത്. പ്രവീണിന്റെ DNA പരിശോധിക്കുന്നതിനായി രക്തസാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച കണ്ടെത്തിയ അസ്ഥികൾ ആരുടേതാണ് എന്ന് ഉറപ്പിക്കുന്നതിനായാണ് DNA പരിശോധന. 2017 ബിന്ദു പത്മനാഭനെ കാണാനില്ല എന്ന് കാട്ടി പ്രവീൺ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. ചേർത്തല കടകരപ്പള്ളി സ്വദേശിനിയും കോടികളുടെ സ്വത്തിന് ഉടമയുമായ ബിന്ദുവും സെബാസ്റ്റ്യനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ വസ്തുക്കൾ നഷ്ടമായ സാഹചര്യത്തിൽ വിശദമായ പരാതിയാണ് അന്ന് നൽകിയത്. ആൾമാറാട്ടം നടത്തിയും വ്യാജരേഖ ചമച്ചും ബിന്ദുവിന്റെ കോടികൾ വിലയുള്ള സ്വത്തുക്കൾ സ്വന്തമാക്കിയെന്ന പരാതിയിൽ പറഞ്ഞിരുന്നു. അന്ന് കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസ് FIR ഇടുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയതോടുകൂടിയാണ് പ്രതി ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ പങ്ക് തെളിവ് ആവുന്നത്. ചേർത്തലയിലെ സുഹൃത്തിനെ കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞത് മുഴുവൻ കള്ളമായിരുന്നു. ചേർത്തലയിലെ സ്വകാര്യ ബാങ്കിൽ ബിന്ദുവിന്റെ അക്കൗണ്ടിൽ നിന്ന് സെബാസ്റ്റ്യൻ 50 ലക്ഷം രൂപ കൈവശപ്പെടുത്തിയതായി സഹോദരൻ പറയുന്നു. ബിന്ദുവിന്റെ ലോക്കറിൽ നിന്ന് 130 പവൻ സ്വർണം എവിടെയെന്നറിയില്ല. അഞ്ചിനത്ത് ബിന്ദുവിന്റെ പേരിൽ സ്ഥലം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അതൊന്നുമില്ല. ഇറ്റലിയിൽ ജോലിക്കുള്ള സഹോദരനെ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുത്തിയിരുന്നു. 1999 ഇറ്റലിയിൽ പോയ ശേഷം പ്രവീൺ പിന്നീട് ഒരിക്കലും ബിന്ദുവിനെ കണ്ടിട്ടില്ല. വീട് പണിയുമായി ബന്ധപ്പെട്ട് 2016 നാട്ടിലെത്തിയപ്പോൾ അമ്പലപ്പുഴയിലെ അമ്മാവൻ പറഞ്ഞതാണ് ബിന്ദുവിനെ കാണാതായ വിവരം അറിയുന്നത് എന്നും പ്രവീൺ പറയുന്നു. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച കത്തിയെ ശരീരാവശിഷ്ടങ്ങളും എല്ലുകളും DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ജയനമ്മയ്ക്ക് പുറമെ ചേർത്തല സ്വദേശിനി ഐഷ, കടകരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ എന്നിവരുടെ അവശിഷ്ടങ്ങൾ ആണ് കിട്ടിയതെന്നാണ് സംശയിക്കുന്നത്. കൊടും കുറ്റവാളി സെബാസ്റ്റ്യന്റെ വീട്ടിൽ അടുപ്പിൽ നിന്ന് കത്തിക്കറിഞ്ഞ നിലയിൽ ലേഡീസ് വാച്ചിന്റെ ഭാഗവും കൂടി കണ്ടെത്തിയിട്ടുണ്ട്.